എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ഈ വ്യക്തി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒളിപ്പിച്ചു വെച്ച ചില രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് 2 ഫയലുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ നിങ്ങൾ ആദ്യത്തെ ഈ ഫയലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം നടത്തുന്നത്. അരണ രഹസ്യത്വം സൂക്ഷിക്കുന്നൊരു ജീവിയാണ്. അതിന് ആകർഷണമുണ്ട്. ഉള്ളിലെ കണക്കുകൂട്ടലുകൾ അത് പുറത്തു പറയാറില്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ അത് തന്നെയാണ് പറയുന്നത്. നാം വളരെ ശാസ്ത്രീയമായാണ് ഇതിനെല്ലാം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അരണയുടെ രഹസ്യത്വം, ഉള്ളിലെ കണക്ക് കൂട്ടലുകൾ പുറത്തറിയാതെ നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ വ്യക്തിയും അതുപോലെയാണ്. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്താണ് ഉള്ളിൽ കരുതിയിരിക്കുന്നത്, അത് ആ വ്യക്തി പുറമേ പറയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി അത് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ശക്തമായ ആകർഷണമുണ്ട്. ആഴത്തിലുള്ളൊരു രഹസ്യബന്ധവുമുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. അവർ തുറന്നൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ എല്ലാം രഹസ്യമായി വെച്ചിരിക്കുന്നു. അവരുടെ ഉദ്ദേശശുദ്ധിയും അവരുടെ മനസ്സും അവരുടെ നിങ്ങളോടുള്ള സമീപനങ്ങളും ഒക്കെ അവർ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. അവർ പുറമേ അത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ അവർ സ്ഥാനം നൽകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവർ നിങ്ങളുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവർ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ട. നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരുമായി സംസാരിക്കുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ നീക്കം ആ വ്യക്തി നടത്തുന്നു. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ഇങ്ങനെ ഒരു വ്യക്തി ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ അവർ നിങ്ങളുടെ ഓരോ നീക്കവും മനസ്സിലാക്കുന്നു. നിങ്ങളെ മനസ്സിൽ പടർത്തി വിലയിരുത്തുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ചിന്ത നിങ്ങളെക്കുറിച്ച് മാത്രമാകുകയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നു. അവർ ഒരു ഭ്രമത്തിലാണോ എന്നൊക്കെ സംശയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിട്ട് പരിശോധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. രണ്ടാമത്തെ ഫയൽ മുയൽ എന്ന ഫയലാണ്. മുയൽ സാധാരണയായി ഭയവും സ്നേഹവും ചേർന്ന ഒരു അനിശ്ചിതത്വം നിറഞ്ഞ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇതിൽ കൂടുതൽ നാം ചില നിരീക്ഷണങ്ങൾ നടത്തേണ്ട. ഇപ്പോൾ ഒരു മുയലിനെ കണ്ടാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ഞാനത് ഒരിക്കൽ കൂടി പറയാം. മുയൽ ഭയവും സ്നേഹവും ചേർന്ന ഒരു അനിശ്ചിതത്വം നിറഞ്ഞ മനസ്സിനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. മുയലിൻ്റെ ആ ഒരു ജീവിതം അങ്ങനെയാണ്. ക്യൂരിയോസിറ്റിയുണ്ട്, അഫെക്ഷനുണ്ട്, ഇൻസെക്യൂരിറ്റിയും മുയലിൻ്റെ ആ ഒരു കെട്ടിലും മട്ടിലും നമുക്ക് കാണാം. എപ്പോഴും ഒരു മുയലാകുന്ന ഈ ജീവി എപ്പോഴും ഭയചകിതയായാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി വളരെ കൗതുകത്തോടെ നോക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൗതുകത്തോടെ നോക്കുന്നു. അവർക്ക് നിങ്ങളെ വളരെ പുതുമയും സമാധാനവും നിറഞ്ഞ ഒരാളായിട്ടാണ് തോന്നുന്നത്. അവർ നിങ്ങളിൽ സമാധാനം തേടുകയും നിങ്ങളാൽ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക്. എന്നാൽ അവർ പൂർണ്ണമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഭയപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളിലേക്ക് പൂർണ്ണമായി വരാൻ ആ വ്യക്തി മടി കാണിക്കുന്നു എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ആകർഷണം ശക്തമാണ്. അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്, പക്ഷേ ഒന്നും തുറന്നു പറയുന്നില്ല. നേരത്തെ വേറെ രീതിയിലാണ് മറച്ചു വെച്ചതെങ്കിൽ ഇപ്പോൾ നിഷ്കളങ്കതയോടോ നാണത്തോടെയോ ഭയം കൊണ്ടോ, പക്ഷെ അവർ ശാന്തമായ ദൂരം പാലിക്കുന്നതിൽ സന്തോഷിക്കുന്നു. അവരുടെ മനസ്സിൽ നിങ്ങളിൽ നിന്നൊരു അകലം പാലിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം വേണ്ട, അനാവശ്യമായി അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട.
അവർ ചില പാരമ്പര്യ മൂല്യങ്ങളെയും ചില സിദ്ധാന്തങ്ങളെയും ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. ദേ ഫീൽ സേഫ് അഡ്മിറിങ് യു ഫ്രം അഫർ, ബട്ട് ഡീപ്പ് ഇൻസൈഡ് ദേ വിഷ് യു ഡു നോട്ടീസ് ദം ടു. അവർ നിങ്ങൾ നോക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, നിങ്ങളുടെ ശ്രദ്ധ അവർക്ക് വേണം. പക്ഷെ അവർ കുറച്ച് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സൊരു പ്രത്യേക തരമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ അവർ മാറി നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. നിങ്ങളങ്ങോട്ട് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ സൂക്ഷ്മ പരിശോധനയും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ മനസ്സിനെ ഇങ്ങനെ കണക്കാക്കാം. പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങളെ കരുതി ഇപ്പോഴും ഒക്കെ അവർ ജീവിക്കുകയാണ് എന്നുള്ളത് ഒരു സത്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.